അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാനിലെ പവിത്രമായ ഓരോ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് വിടവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിതമായ ഒരു മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഇന്നദ്ദീന യുസ്റുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതം ലളിതമാണ്. ഈ ലളിതമായ മതത്തിൽ നമ്മോട് ആജ്ഞാപിക്കപ്പെട്ടിട്ടുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ അതും വളരെ ലളിതമാണ്. നിലവിൽ പരിശുദ്ധ റമളാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ റമളാൻ മാസം നമുക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നത് തന്നെ നമ്മളെ ലാളിത്യത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ്. ഭക്ഷണരംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഇടപെടലുകളിൽ, എല്ലാ രംഗത്തും ഒരു നോമ്പുകാരനാണ് എന്ന ബോധം സൃഷ്ടിച്ചെടുക്കുന്ന ലാളിത്യം, അത് വളരെ വിപുലമായ അർത്ഥത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സഹൽ ഗുണമാണ്. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ നോമ്പിനെ നമ്മെ പരിചയപ്പെടുത്തിയ വചനത്തിൽ തന്നെ പറയുന്നത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. രോഗിയാണെങ്കിൽ ഇളവുണ്ട്, യാത്രക്കാരനാണെങ്കിൽ ഇളവുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹു നിങ്ങളെ പട്ടിണിക്കിട്ട് പ്രയാസപ്പെടുത്തണമെന്നല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, നിങ്ങളെ ലളിതമായ ജീവിതം നയിക്കാൻ പഠിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, ഒരിക്കലും അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല നിങ്ങളുടെ മേൽ വ്രതം നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നദ്ദീന യുസ്ർ, തീർച്ചയായും ഈ മതം ലളിതമാണ്. വലൻ യുശാദ്ദദ്ദീന ഇല്ലാ ഗലബഹ, ലളിതമായ ഈ മതത്തെ നിങ്ങൾ സങ്കീർണമാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അതിനെ കോംപ്ലിക്കേറ്റഡിലേക്ക് നയിക്കാൻ, അങ്ങനെ പൊതുജനമധ്യത്തിൽ ഇത് വലിയ പ്രയാസകരമായ ഒരു തത്വസംഹിതയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിച്ചാൽ, ഇല്ലാ ഗലബഹു, അവൻ പരാജയപ്പെടും, മതം അവനെ അതിജയിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യുരീദുന ലിയുത്ഫിഉ നൂറല്ലാഹി ബി അഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. തങ്ങളുടെ വായ കൊണ്ട് ഈ മതത്തെ അണച്ചു കളയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഇതിലെ അനുഷ്ഠാന കർമ്മങ്ങൾ, ആരാധനാ കർമ്മങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, ഇവയെല്ലാം സങ്കീർണമാക്കാൻ ശ്രമിച്ചാൽ അവരെ അള്ളാഹു അടിച്ചമർത്തും. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, എല്ലാ മതത്തെയും, എല്ലാ ദർശനത്തെയും, എല്ലാ തത്വസംഹിതകളെയും കവച്ചു വെക്കുന്ന രൂപത്തിൽ ഈ മതം പ്രോജ്വലിച്ചു നിൽക്കും. വലൗ കരിഹൽ കാഫിറൂൻ, അവിശ്വാസികൾക്കൊതു പക്ഷേ അനിഷ്ടകരമായേക്കാം. അതുകൊണ്ട് ഈ ലളിതമായ മതത്തെ ലാളിത്യത്തോടുകൂടി തന്നെ നിങ്ങൾ സ്വീകരിക്കണം. സദ്ദിദു വഖാരിബു വസ്തഈനു ബിർറൗഹ് വൽഗദ്വ വശൈഇൻ മിനദ്ദുൽജ, നിങ്ങൾ സന്തോഷിക്കുക. അബ്ശിറു, ലളിതമായ ഈ ഒരു മതത്തിൻ്റെ വക്താവാകാൻ എനിക്ക് സാധിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ സന്തോഷിക്കണം. അള്ളാഹുവിനോട് നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനാ വേളകൾ നിങ്ങൾ പ്രഭാതത്തിലാക്കണം, പ്രദോഷത്തിലാക്കണം, രാത്രിയുടെ അന്ത്യയാമങ്ങളിലാക്കണം. കാരണം ആ സമയങ്ങളെത്രയും നിങ്ങളെ ഈ മതത്തിൻ്റെ ലാളിത്യം പഠിപ്പിക്കാൻ, അതിൽ ആരാധനാകർമ്മങ്ങളെ വളരെ സഹനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി അതിനെ സമീപിക്കാൻ നിങ്ങളെ പ്രാപ്തനാക്കുന്നതാണ്. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല,
വഅൻത തജ്അലിൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ എല്ലാവിധ ലാളിത്യങ്ങളും നീ നൽകുന്നതാണ്. ഇല്ലാ മാ ജഅൽതഹു സഹ്ല, ഒരു സങ്കീർണമായ വിഷയത്തെ ലളിതമാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതപരമായ കാര്യങ്ങളുണ്ട്, പല പരീക്ഷണങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതിനെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യണം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി. അതിന് ഹൃദയവിശാലത വേണം, കാര്യങ്ങളൊക്കെ ലളിതമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണം. വഅൻത തജ്അലിൽ ഹസ്ന ഇദാ ശിഅ്ത സഹ്ല, എല്ലാവിധ ഹുസ്നുകളെയും ദുഃഖങ്ങളെയും ടെൻഷനുകളെയും സ്ട്രെസ്സുകളെയും സങ്കീർണമായ ജീവിതത്തിലെ 100 പ്രശ്നങ്ങളെ നീ ഉദ്ദേശിച്ചാൽ സിമ്പിളാക്കി മാറ്റാൻ നിനക്ക് കഴിയും. ആ ഒരു ലാളിത്യത്തിലേക്ക് എന്നെ ഈ മതത്തിലൂടെ നീ നയിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിശ്വാസിയും ആ രൂപത്തിൽ പ്രാർത്ഥിക്കുവാനും ആ പ്രാർത്ഥനയുടെ പ്രതിഫലനമെന്നോണം ജീവിതത്തിൽ അതിനെ സമ്പൂർണ്ണമായി സ്വാംശീകരിക്കുവാനും അങ്ങനെ ലളിതമായ ജീവിതം നയിച്ച് ലാളിത്യത്തോടുകൂടി നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് തിരിച്ചു പോകുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തൻ അതിനനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിനോടനുബന്ധിച്ച് 30 ദിവസവും BMC നടത്തി വരുന്ന ഈ അഹ്ലൻ റമദാൻ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഈ ശബ്ദം ശ്രവിച്ച എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായ നന്ദി കടപ്പാട് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.